ഭാരതവും സൗദി അറേബ്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം. നരേന്ദ്രമോദിക്ക് സൗദി അറേബ്യയിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സന്ദർശനം വെട്ടിച്ചുരുക്കിയെങ്കിലും ഭാരതത്തിനുണ്ടായ നേട്ടത്തിൽ ഒട്ടും കുറവുണ്ടായില്ല. പ്രവാസി സമൂഹത്തെ ആവേശത്തിലാഴ്ത്തിയും ഭാരതവും സൗദി അറേബ്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം. പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ 3ാം സൗദി സന്ദർശനമായിരുന്നു ഇത്തവണത്തേത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരം ജിദ്ദയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. നരേന്ദ്രമോദിക്ക് സൗദിയുടെ വ്യോമ അതിർത്തിയിൽ തന്നെ ഭരണകൂടം വൻ സ്വീകരണം ഒരുക്കിയിരുന്നു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന് സൗദി യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിച്ചു. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച ഉടൻ പ്രധാനമന്ത്രിയുടെ വിമാനത്തെ സൗദി യുദ്ധവിമാനങ്ങൾ അനുഗമിക്കുകയായിരുന്നു. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിയെ 21 ഗൺ സല്യൂട്ടോടെയാണ് സ്വീകരിച്ചത്. നരേന്ദ്രമോദിയെ മക്ക പ്രവിശ്യ ഡെപ്യൂട്ടി ഗവർണർ സയ്യിദ് ബിൻ മിഷൽ രാജകുമാരൻ, വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ കസബി, ജിദ്ദ മേയർ സാലിഹ് അൽ തുർക്കി, സൗദിയിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ സുഹൈൽ ഇജാസ് ഖാൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. സൗദി ഭരണകൂടമൊരുക്കിയ അതിവിശിഷ്ട സ്വീകരണത്തിന് ശേഷം ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹമായും മോദി സംവദിച്ചു. ജിദ്ദ റിറ്റ്സ് കാർട്ടൺ ഹോട്ടലിലാണ് മോദി ഇന്ത്യൻ സമൂഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. സൗദി ഗായകൻ ഹാഷിം അബ്ബാസ് മോദിക്ക് മുന്നിൽ ഹിന്ദി ഗാനം ആലപിച്ചു. ഹാഷിം അബ്ബാസിന്റെ ഗാനത്തിന് മോദി കൈയടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരുന്നു. तू ही मेरी मंजिल है पहचान तुझसे जो भी जहाँ भी मेरी बुनियाद रहे तू जो भी जहाँ भी मेरी बुनियाद रहे तू वतन वतन मेरे याद रहे तू मैं जहाँ रहूँ जहाँ मैं याद रहे तू वतन मेरे ജിദ്ദയിലെ രാജകൊട്ടാരത്തിൽ സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ച് ആചാരപരമായ സ്വീകരണം നൽകി. സ്വീകരണത്തിന് ശേഷം കൊട്ടാരത്തിൽ വെച്ച് കിരീടാവകാശിയുമായി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിവിധ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. രാജ്യം സന്ദർശിക്കാനും കിരീടാവകാശിയെ കാണാനും കഴിഞ്ഞതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ മുഹമ്മദ് ബിൻ സൽമാൻ ശക്തമായി അപലപിക്കുകയും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ തന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരുടെയും അധ്യക്ഷതയിൽ 2ാം സൗദി ഇന്ത്യൻ സ്ട്രാറ്റജിക് കൗൺസിൽ യോഗം കൊട്ടാരത്തിൽ നടന്നു. ഇരു രാജ്യങ്ങളുടെയും തുല്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ 2 ഓയിൽ റിഫൈനറികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതാണ് സുപ്രധാന നേട്ടം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന് കീഴിൽ പ്രതിരോധം, സഹകരണം, വിനോദസഞ്ചാരം, സാംസ്കാരിക സഹകരണം എന്നിവയ്ക്കായി 2 കമ്മിറ്റികൾ കൂടി രൂപവൽക്കരിച്ചതാണ് മറ്റൊരു പ്രധാന തീരുമാനം. ഇതോടെ SPCയുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളുടെ എണ്ണം 4ആയി. പൊളിറ്റിക്കൽ, കോൺസുലർ, സെക്യൂരിറ്റി കോഓപ്പറേഷൻ കമ്മിറ്റി, ഇക്കണോമി, എനർജി, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടെക്നോളജി കമ്മിറ്റി എന്നിവയാണ്
SPCക്ക് കീഴിലെ മറ്റ് കമ്മിറ്റികൾ. ഇതിനു പുറമെ 4 പ്രധാന കരാറുകളും ഒപ്പുവെച്ചു. സമാധാന ലക്ഷ്യത്തോടെയുള്ള ബഹിരാകാശ പ്രവർത്തനങ്ങൾ, ആരോഗ്യ ശുശ്രൂഷ, തപാൽ പാർസൽ സർവീസ്, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നീ രംഗങ്ങളിൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ളതാണ് ഈ 4 കരാറുകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ചൊവ്വാഴ്ചയാണ് നരേന്ദ്രമോദി സൗദി അറേബ്യയിലെത്തിയത്. ബുധനാഴ്ച സുപ്രധാന ചർച്ചകൾ പൂർത്തിയാക്കി മടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ കാശ്മീരിലെ സംഭവങ്ങൾ എല്ലാം മാറ്റിമറിച്ചു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച രാത്രി തന്നെ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി മടങ്ങി. നരേന്ദ്രമോദിയുടെ സന്ദർശനം ഹ്രസ്വമായിരുന്നുവെങ്കിലും രാജ്യത്തിനുണ്ടായ നേട്ടങ്ങളിൽ കുറവില്ല.